ഈ യാത്ര പോകുന്നത് വാട്ടർ ടണലിലോട്ടാണ്. ലെയർ ബ്രിഡ്ജിനും മെഡിസിൻ ഹാലിനും ഇടയ്ക്ക് കിടക്കുന്ന അതിമനോഹരമായ ഒരു സ്ഥലം വാട്ടർ ടണൽ. US ബോർഡറിനോടടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എത്തി. ഈ ലേക്കിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബോട്ട് റൈഡ് തന്നെയാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. നമ്മളിനി ഈ കാണുന്ന ബോട്ടിലാണ് ഈ ലേക്കിലൂടെ യാത്ര ചെയ്യാൻ പോകുന്നത്. Here at the helm we have our captain. Licensed captain through Transport Canada. On like where we're going, where we are. Now, if you actually 4 steps, it's a drop into the abyss. ഒരാ കാറ്റിൻ്റെ ഇതിൽ പോകാനുള്ള very used to critters. You see, they're very used to humans, but also very protective of their young. So they aren't, as well though, you've got your carnivores, bobcats and lynx, kind of the smaller cats you might have seen around Calgary, coyotes. And the first Great Island sighting here in the park was me, usually the Goat Hawk crew, the American one. They get contracted out every 10 to 15 years to go and cut that down. Create that over. So allowed to go all the way to the south end of the lake without going through customs, right onto US territory. But at the south end of the lake you will find. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് US കാനഡ ബോർഡറിലാണ്. ഇവിടെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് ഈ ബോർഡറിൽ തന്നെ ഇരുന്നാൽ മതി. നമ്മൾ ഇവിടുന്ന് കുറച്ച് ബോർഡർ അങ്ങോട്ട് കയറി നേരെ തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ എത്തിച്ചേരും. വന്ന ക്രൂയിസ് അത് ഇപ്പം ഫ്യൂവൽ സ്റ്റേഷൻ്റെ അവിടോട്ടാണ് തോന്നുന്നു വരുന്നത്. ഗ്യാസ് ഫില്ല് ചെയ്യാൻ വേണ്ടി വരുന്ന സ്ഥലമാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു പിസ്സ കടയിൽ കയറി പിസ്സയൊക്കെ കഴിച്ചു. പിസ്സ ഒരു കാശിന് കൊള്ളാത്ത പിസ്സ കഴിച്ചു എന്ന് വരുത്തി തീർത്തു. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷൻ. അങ്ങനെ നമ്മൾ റെഡ് റോക്ക് കാന്യോണിലെത്തി. പണ്ടിവിടെ കടൽ കയറി കിടന്നിട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ ഇവിടുത്തെ പാറകളുടെ കളറ് ചുവന്ന കളറിലുള്ള ഒരു പാറകളാണ്. അങ്ങനത്തെ ഒരു സ്ഥലം കാണാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് ആ സ്ഥലം. വേറെ ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ. ഇതിന് നടുക്കൂടെ ഒരു അരുവി ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് താമസ സ്ഥലത്തേക്ക് മടങ്ങുകയാണ്.